ഹലോ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു വലിയ പൊട്ടത്തരം ചെയ്തു. പൊട്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആ കാര്യം മറന്നു പോയതാണ്. നമ്മുടെ കസ്റ്റമർ ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് വെൽവെറ്റിൻ്റെ ഒക്കെ ഒതൻറ്റിക് ലുക്കിൽ കാണാനാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന്. അത് പറഞ്ഞതിന് ശേഷം ഇപ്പം അടുപ്പിച്ച ഒരു 2-3 കേക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ്. ആ 2-3 കേക്കിലുണ്ടായിരുന്ന ഒരു കേക്കാണിത്. പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലെങ്കിലും അവർ നമുക്കൊരു റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്ത പൊട്ടത്തരം എന്താണെന്ന് അറിയണ്ടേ? കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി കസ്റ്റമറിന്റെ ചാറ്റ് ഓപ്പൺ ആക്കിയപ്പോഴാണ് കേക്കിൽ കൊടുക്കാനുണ്ടായിരുന്ന റൈറ്റിംഗ് ഹാപ്പി ബർത്ത്ഡേ വിഷ് കസ്റ്റമർ സെൻഡ് ആക്കിയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചത്. ഇതാണെങ്കിൽ ട്വിൻസിന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. അപ്പൊ 2 പേരുടെയും പേരെഴുതണമെന്നൊക്കെ ആള് പ്രത്യേകം പറഞ്ഞതായിരുന്നു. ഞാനാണെങ്കിൽ ആ കാര്യം മറന്നുപോയി. പിന്നെ ജസ്റ്റ് പേരെഴുതാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കേക്കിന്റെ സെന്ററിൽ മുഴുവൻ ഞാൻ ക്രംസ് ഇട്ടുകൊണ്ട് തന്നെ ഇനി അവിടെ പേരെഴുതാനുള്ളൊരു ഗ്യാപ്പൊന്നുമില്ല. പിന്നെ ഫോണ്ടന്റിൽ പേരെഴുതി വെക്കാന്ന് വെച്ചാലോ, എഴുതാനുള്ള ഇങ്കും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, ക്രംസ് കുറച്ച് സെന്ററിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ പേരെഴുതി കൊടുക്കൽ നടക്കും. ഓൾറെഡി നല്ലപോലെ സെറ്റ് ആയിട്ടിരിക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ക്രംസ് മാറ്റിയിട്ട് അവിടെ പേരെഴുതുക പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. എഴുതി കൊടുക്കുമ്പോൾ ക്രീം കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നില്ലായിരുന്നു, തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറി പോരാണ്. പിന്നെ കുറച്ചും കൂടെ ക്രംസ് ഒക്കെ മാറ്റി കുറച്ചും കൂടെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ പേരെഴുതി കൊടുത്തു. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ കേക്ക് ഡെലിവറിയും ചെയ്തു. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.